ഓക്കെ, അപ്പോൾ വലിയ ആവേശം ട്രാക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ മത്സരങ്ങൾ കാണാൻ എത്തുന്നുണ്ട്. ആവേശം മൂത്ത് ഗ്രൗണ്ടിലേക്ക് വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആളുകളുണ്ട്. അങ്ങനെ വന്ന ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. സജന സജീവൻ, ഇന്ത്യൻ താരം, ക്രിക്കറ്റ് താരം ചേരുകയാണ്. സജന, ഇന്ന് തെറ്റി നേരെ ട്രാക്കിലേക്ക് പോരാന്ന് വിചാരിച്ചോ? ഇന്നെത്തിയതേ ഉള്ളൂ. അപ്പോൾ സ്കൂൾസ് എന്നും നമുക്കൊരു എന്താ പറയാ, ഈ ക്രിക്കറ്റിലേക്ക് വരുന്നതിന്റെ മുമ്പ് അത്ലറ്റിക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു നൊസ്റ്റു പിടിച്ച് വന്നതാണ്. അതല്ല, അപ്പൊ സ്കൂൾ മീറ്റിൽ നേരത്തെ ഇവിടെ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടോ സജന? സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. ഞാൻ 10 എല്ലാം പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ കാക്കവയൽ ആ ഒരു ഏരിയയിലായിരുന്നു പണ്ട് നടത്തിക്കൊണ്ടിരുന്നത്, മുള്ളംകൊല്ലി. അപ്പൊ ആ പിള്ളേരെയൊക്കെ ഒന്ന് കാണാം, അതൊന്ന് ആ ഓർമ്മകൾ അയവിറക്കാം എന്ന് വെച്ചിട്ട് വന്നതാണ്. ഓക്കെ, അത് അറിയില്ലായിരുന്നു കേട്ടോ. സജന അത്ലറ്റിക്സിലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ താരമാണെന്നുള്ള എന്നെ സംബന്ധിച്ച് പുതിയ അറിവാണ്. പക്ഷെ മുള്ളംകൊല്ലിയിൽ നിന്ന് അല്ലേ? അതെ അതെ, തീർച്ചയായും. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പം? ലാസ്റ്റ് ദിവസമാണ് വരുന്നത്. അപ്പൊ മത്സരമായിരുന്നല്ലോ അല്ലേ? അതെ, ഗെയിം ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് സൗത്ത് സോൺ പോകേണ്ടതുകൊണ്ട് ഇന്ന് നേരത്തെ ഇത് കാണാമെന്ന് വെച്ചിട്ട് വന്നതാ. ബട്ട് നോർമല് വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഫിനിഷ് ആവാറ് ഞങ്ങളുടെ കാലത്ത് കേട്ടോ, വൈകുന്നേരം. അപ്പൊ ഞാൻ അങ്ങനെ അപ്പോഴാണ് പറഞ്ഞത് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും കഴിയുന്നു. പാലക്കാടും മലപ്പുറം തമ്മിൽ ഇഞ്ചാണ്. നിങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, വളരെ ഫൈറ്റ് ഉണ്ടാവില്ല അത്ലറ്റിക്സിൽ? തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ലൈഫ് അടിപൊളിയാവും. വയനാട് കുഴപ്പമില്ലായിരുന്നു. വയനാടിന്റെ ഒരു സ്റ്റെഫിൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്വർണം, ആദ്യത്തെ സ്വർണം സ്റ്റെഫിൻ ആയിരുന്നു. താലിബ് സാറിന്റെ സ്റ്റുഡന്റ്. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റ്. ഞാൻ അവരെ കണ്ടിരുന്നു എപ്പോഴോ ഒരു പ്രോഗ്രാമിന്, എക്സൈസിന്റെ പ്രോഗ്രാമിന് പോയപ്പോൾ. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ബട്ട് സമയം എടുത്താലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു. മത്സരങ്ങൾ ആസ്വദിക്കുക. താങ്ക് യു. സജന സജീവൻ അതിരാവിലെ കണ്ടില്ലേ, നമ്മള് രാവിലെ എണീറ്റ് വരുന്നതിന് മുമ്പ് സജന കുറച്ചു മുമ്പ് വിളിച്ചു, രാവിലെ മത്സരങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ച് വന്നത്. അപ്പം ആളുകളുണ്ട്, ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാനപ്പുറത്ത്. പക്ഷെ ഇതൊരു ഭയങ്കര ദിവസമാണ് കേട്ടോ. എന്താണ്, പാലക്കാടാണോ എന്താണ് നിതിന്റെ ഒരു പ്രവചനം? ഈ റിലേ മത്സരങ്ങളായിരിക്കും തീർച്ചയായും. ഇതിൽ അത്ലറ്റിക്സിൽ ജില്ലകളിൽ ആരാണ് ജേതാവ് എന്ന് തെളിയിക്കുന്ന ഒരു വിഷയം റിലേ ആയിരിക്കും. കാരണം റിലേക്ക് 10 പോയിന്റാണ്, വ്യക്തിഗതനം പോലെ റിലേക്ക് 10 പോയിന്റ്. അപ്പോൾ ഇതിൽ പാലക്കാടിന് വലിയ ലീഡ് വരികയും മലപ്പുറം പുറകോട്ട് പോവുകയും ചെയ്താൽ ഒരുപക്ഷെ പാലക്കാട് ഇത്തവണ ചാമ്പ്യന്മാരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ അപ്പോഴും മലപ്പുറത്തിന് 10 പോയിന്റ്, തടഞ്ഞു വെച്ചിരിക്കുന്ന പോയിന്റും ഒക്കെ ഇനി പോയിന്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഇതൊരു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഫോട്ടോ കഴിഞ്ഞ വർഷം അവസാന നിമിഷമാണ് ആരാണ് ചാമ്പ്യന്മാരെന്ന് മനസ്സിലായത്. സ്കൂളുകളിൽ വ്യക്തമായ ആധിപത്യ ഐഡിയലും തന്നെയാണ്. പക്ഷേ ജില്ലകളിൽ ആരാണ് ചാമ്പ്യൻ എന്നത് നമുക്കിനിപ്പോൾ ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്റർ മത്സരം ആണ് നടക്കാനുള്ളത്. അപ്പോൾ ഇനി 3 ഫൈനലിൽ കൂടിയാണ് 400 മീറ്ററിലുള്ളത്. പിന്നീട് ഇപ്പോൾ വനിതാ വിഭാഗം 400 മീറ്റർ കഴിഞ്ഞു. അങ്ങനെ നിരവധി പോരാ, ഇനിയിപ്പോ വിരലെണ്ണാവുന്ന ഫൈറ്റ് ആണ് അത്ലറ്റിക്സ് മേഖലയിലുള്ളത്.